സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കാണ്, എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? വന്നപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് അറിയാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ജനങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മധുവൻ ഭട്ട് സാറിൻ്റെ ഫ്രെയിമിൽ വരാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. ഒരു ബ്ലെസ്സിങ് ആയിട്ട് കരുതുന്നു. താങ്ക്സ്. സൂപ്പർ മൂവി, ഒരു രക്ഷയില്ല. നമ്മുടെ പാലക്കാടിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു എന്താ പറയുക, ലവ് സ്റ്റോറിയൊക്കെ ഒരു രക്ഷയില്ല. ഉണ്ണിലാലു എന്ന് പറഞ്ഞൊരു ആക്ടർ, ഇപ്പോൾ നമ്മൾ ചെറിയ ചെറിയ സീനിലെ മൂപ്പര് വന്നിട്ടുണ്ടെങ്കിലും ഇതിപ്പോൾ മൂപ്പര് ഫസ്റ്റ് ഹീറോ ആയിട്ട് വന്നൊരു പടമാണ്. എന്നുവെച്ചാൽ നമുക്ക് ഒരുപാട് സീനുകൾ അതിൽ നമുക്ക് ഹൃദയത്തിലേറ്റാൻ പറ്റിയ സാധനങ്ങളാണ്. അത് പെർഫെക്റ്റാണ്. എന്ന് വെച്ചാൽ അവൻ രക്ഷപ്പെടുന്ന അവൻ്റെ തലയിൽ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ അത് രക്ഷപ്പെടും. അത് തന്നെ ഈ പടത്തിൻ്റെ വിജയം. നല്ലപോലെ നല്ല ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. ഈ പാലക്കാട് സംഭവങ്ങളൊക്കെ അറിയാലോ. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു ഗ്രാമീണ നല്ല ഭംഗിയായിട്ട് ആ ഡയറക്ടറും ക്യാമറമാനും എല്ലാം ഒപ്പിയെടുത്ത മാതിരി ഹൃദയത്തിൽ സ്പർശിക്കുന്ന നല്ലൊരു കുടുംബചിത്രം. ഹാപ്പി ആയിട്ട് കണ്ടിറങ്ങാം. ജിഷ്ണു എന്ന ഡയറക്ടറെ നമുക്കൊരു ഗ്രാമീണ അന്തരീക്ഷത്തിലോട്ടുണ്ട്. കാരണം അതേപോലത്തെ ഒരു സിറ്റുവേഷനുള്ള ചിത്രമാണ്. നല്ല രസമുള്ള പടമുണ്ട്. കാരണം നമുക്ക് അമ്പലത്തിൻ്റെ ഇതും പിന്നെ അതുകൂടാതെ തന്നെ ഒരു കൂട്ടുകുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പിന്നെ പാട്ടുകളൊക്കെ അടിപൊളി. നമ്മൾ മുൻകാലങ്ങളിൽ കണ്ട പഴയ മുൻകാലങ്ങളിലൊക്കെ ഇറങ്ങിയ മലയാള ചിത്രത്തിലുള്ള പാട്ടുകൾ നല്ല സൂപ്പറായിട്ട് പാട്ടുമുണ്ട്. പിന്നെ സിദ്ധാർത്ഥ് വർദ്ധനും പിന്നെ ഇതിൽ അഭിനയിച്ച എല്ലാവരും പ്രായമുള്ള ആൾക്കാരും ഒക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല രസമുള്ളൊരു സിനിമ. എല്ലാവർക്കും ഫാമിലി ആയിട്ട് വന്ന് കാണാം. നല്ല എൻ്റർടൈൻമെൻറ്റ്, നല്ല പടമാണ്. ഒരു കൊച്ചു ഗ്രാമത്തിൽ, പാലക്കാട് ഒരു കൊച്ചു ഗ്രാമത്തിൽ പോകുന്നൊരു പടമാണ്. ഒരു സ്റ്റോറി ഉണ്ട്, നല്ലൊരു സ്റ്റോറി ഉണ്ട്. മേക്കിംഗ് വൈസൊക്കെ നല്ല കുറച്ച് ആർട്ടിസ്റ്റുകളുള്ളൂ. കാര്യം നല്ലൊരു ഒരു നാട്ടും പ്രദേശവും നമ്മളൊക്കെ മറന്നു പോകുന്ന കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു പടമാണ്. നല്ല രസമുണ്ട്. കുറേ കാര്യങ്ങൾ, പ്രണയമുണ്ട്. പറഞ്ഞ നാട്ടുമ്പുറത്ത് നടക്കുന്നൊരു നമുക്ക് ശരിക്കും നമുക്ക് അവിടുത്തെ ഒരു ഫീൽ, അവിടെയാണെന്നുള്ളൊരു ഫീൽ നമുക്ക് കിട്ടുന്നത്. പറന്ന് ചെല്ലും പേരിൽ തന്നെ പുതുമ ഉള്ളൊരു ചിത്രം. പക്ഷേ കഥ വന്നതാണെങ്കിലും കണ്ടിരിക്കാൻ വളരെ മനോഹരമായിട്ടുള്ള സമയം, ഒട്ടും ഒരു ലാഗില്ലാതെ കണ്ടിരിക്കാൻ പറ്റിയത്. ഉണ്ണി, അതേപോലെ തന്നെ സജിൻ ചെറുക്, അങ്ങനെ ദാസൻ പോങ്ങാട്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. പുതുമുഖങ്ങൾ ഒരുപാടുണ്ട്. കണ്ടിരിക്കാൻ പറ്റിയ, ബോറടിയില്ലാതെ കണ്ട് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു ചിത്രം. കൈവിഷുള്ള അടിയൊക്കെ കാണാൻ നല്ല രസമുണ്ട്. തൂക്കിയറിയലൊക്കെ കഥയും നല്ല രസമുണ്ട്. ഒരു ചെറിയ കുഞ്ഞു മൂവി, അതായത് ഭയങ്കര ക്യൂട്ടായിട്ട് ഞാൻ ഇതുവരെയും കാണാത്തൊരു നാട്ടുമ്പുറം കൂട്ടുകുടുംബം, അങ്ങനെ ഒരു ഭയങ്കര രസമുള്ള നല്ല അവസാനം ക്ലൈമാക്സ് അത്രയൊരു വലിയ സിനിമ മലയാളത്തിലെ ശിവകാർത്തികേയൻ. മലയാളത്തിലെ ശിവകാർത്തികേയൻ. അപ്പം എല്ലാവരോടും സിനിമ കാണാൻ പറയാം. കണ്ടവർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞു സിനിമയാണ്, ചെറിയ സിനിമയാണ്, വലിയ സ്റ്റാർസ് ഒന്നുമില്ല. നല്ല രസമുള്ള സിനിമ. ഒരു കൂട്ടുകുടുംബം, ഫാമിലി, അതിലൊക്കെ നടക്കുന്ന ഗ്രാമീണ പ്രദേശത്തുള്ള ഫ്രണ്ട്സിൻ്റെ ഒക്കെ കഥ എല്ലാം നന്നായിട്ട്. താങ്ക് യു. അപ്പോൾ ഫാമിലിക്കായിട്ട് എല്ലാവരും കാണാൻ പറ്റിയ സിനിമയാണ്. എല്ലാവരും ഒന്ന് കാണാം. കാരണം നമുക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു ആക്ടേഴ്സ് ഒന്നുമില്ല നമ്മളതിൽ. കുഞ്ഞു ആൾക്കാരുള്ളത്. പിന്നെ ഞാൻ, സിദ്ധാർത്ഥേട്ടൻ, കുട്ടേട്ടൻ, സജിനൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പടം ഇഷ്ടമായോ? അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് എല്ലായിടത്തും കാണാൻ പറയാം. എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് പരിപാടിയാണിത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കൂടെ ഉണ്ടാവുക. താങ്ക് യു, അത്രയേ പറയാനുള്ളൂ. സന്തോഷം. ഓക്കെ. അതുകൊണ്ട് ഞങ്ങളുള്ളൊരു പടത്തിനെ കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നതിൽ കാര്യമില്ലല്ലോ. ഓഡിയൻസ് ഇസ് ദ കിങ്. ഓഡിയൻസ് തിയേറ്ററിൽ വന്ന് നല്ലത് പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾക്ക് ലാഗൊന്നും ഇല്ലാതെ നല്ല പാട്ടുകളും നല്ല വിഷ്വൽസുമായിട്ട് പോകുന്നൊരു പടമായിട്ടാണ് ഞങ്ങളിത് പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ഹോപ്പ്ഫുള്ളി ഓഡിയൻസിനും ഇഷ്ടപ്പെടും. ഭയങ്കര വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഒന്നും നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷെ നല്ലൊരു സ്റ്റോറി ലൈനാണ്. അപ്പോൾ എന്താ പറയണേ, ചെറിയ സിനിമകളെയും ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സോ ഹോപ്പ്ഫുള്ളി നന്നായിട്ട് വരും. താങ്ക് യു. നന്നായിരുന്നു. ശ്രീജിത്തിൻ്റെ അമ്മയാണ് ഞാൻ. ഇഷ്ടമായി. നന്നായിരിക്കുന്നു കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ഞാൻ പിടിച്ചോളാം, പറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ഇഷ്ടമായ സിനിമ കണ്ടിട്ട്?
കണ്ടിട്ട് എല്ലാവരും അഭിനയൊക്കെ ഇഷ്ടമായോ? ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായി? അങ്ങനെയൊന്നുമല്ല, എല്ലാവരും ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഇഷ്ടപ്പെട്ടു. ആ എക്സ്പീരിയൻസ് അഭിനയിച്ചതിൻ്റെ ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ബോണ്ടിങ് ആയി. ആക്ച്വലി പ്രത്യേകിച്ച് നമ്മൾ ഈ 4 സ്ത്രീകൾ, ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ആൻഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ലൊക്കേഷനും ആ മന ഒരു 3 നിലയിലുള്ള ഒരു 8 കെട്ടൊക്കെ എപ്പോഴും കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും റെയറുമാണ്. ഭയങ്കര ആംബിയൻസും പിന്നെ മധുവൻ ഭട്ട് സാറുമായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ്റെ ഒരു കാര്യമൊക്കെ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. നന്നായി ചെയ്തു, നല്ല ടീമായിരുന്നു. ജിഷ്ണുവിൻ്റെ നാരേഷൻ രീതി നന്നായിരുന്നു, സ്റ്റോറി പറയുന്ന രീതി ഒട്ടും ലാഗില്ല. പിന്നെ മണ്ണ് ചവിട്ടി നിൽക്കുന്നൊരു സ്റ്റോറി ഇല്ലേ, അത് അതിൻ്റെ ഒരു ബിഗ് സ്ക്രീനിൽ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ്? രസമായിരുന്നു. നല്ല സന്തോഷം തോന്നി. പിന്നെ ഇതേപോലെ അങ്ങനത്തെ അത്ര ഒരു റോള് കുറച്ച് ലേശം കുറേ ലെയർ കിടക്കുന്ന ക്യാരക്ടറല്ലേ, അത് നമ്മളെപ്പോലൊരു സാധാരണ ഒരു ആക്ടറിനെ ഏൽപ്പിക്കാനുള്ള അവരുടെ ധൈര്യത്തിന് എനിക്ക് സന്തോഷം തോന്നി. ഓക്കെ, നമ്മുടെ പടത്തിനെ കുറിച്ച് തന്നെ ഞാൻ പറയുകയാണ്. എന്നാലും എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ വാച്ച് ചെയ്യണം, എന്നാലേ നമുക്കൊരു എന്താ പറയുക, ഒരു പ്രോത്സാഹനം ഉണ്ടാവുള്ളൂ. പറന്ന് ചെല്ലാൻ എന്നാണ് സിനിമയുടെ പേര്. അത് ഞാൻ എടുത്തു പറയുകയാണ്. കാരണം എല്ലാവരും പറയും ഏത് പടമാണ് നിങ്ങൾ കാണാൻ പറയണതെന്നുള്ളത് ഡൗട്ട് വരണ്ട, പറന്ന് ചെല്ലാൻ. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു. ഒരു കോമഡി ഡ്രാമ ത്രില്ലർ എന്നൊന്നും പറയുന്നില്ല, കോമഡി ഡ്രാമ മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ ഒന്ന് വാച്ച് ചെയ്യാം. താങ്ക് യു. കുഴപ്പമില്ല, നല്ല ഒരു പടമാണ്. ഇഷ്ടമായോ? ആ, എല്ലാവരുടെ പെർഫോമൻസ് ഒക്കെ അതെ അതെ. ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായി? ഏറ്റവും കൂടുതൽ ആരുടെ പെർഫോമൻസ് ഇഷ്ടമായി? ഇപ്പം നായകനും അല്ലേ ഇതിലെ കഥ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഫോക്ക് അവരുടേതായ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത്. എങ്ങനെ പാട്ടെല്ലാം ഇഷ്ടമായി? പാട്ടൊക്കെ നല്ല പാട്ട്, നല്ല പാട്ട് തന്നെയാണ്. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. നല്ല രീതിയിൽ വരട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രേക്ഷകരെയൊക്കെ ഏറ്റെടുക്കട്ടെ. നല്ലൊരു കുടുംബചിത്രം. മഞ്ജുരാണെങ്കിലും ആദ്യത്തെ സിനിമയിൽ പോലെ ഭയങ്കര നാട്ടിൻ പുറത്തുനിന്ന് ഒരു കുട്ടിയല്ലേ, അപ്പോൾ ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമായി. ഇതിലും അത് തന്നെ, വളരെ സന്തോഷം. നല്ല അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു.